ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഒന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടെസർ സിൽക്കിൻ്റെ സാരിയാണ്. അതായത് ഒറിജിനൽ ടെസർ സിൽക്കിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒത്തിരി കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ കൂടെ സെയിം കളർ ബ്ലൗസിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വർക്ക് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ പ്ലെയിൻ സാരിയിൽ വലിയ ഡിസൈൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. യെസ്റ്റർഡേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോളി കോട്ടൺ സാരിയുടെ. അതേപോലത്തെ സാരിയിലും ഈ സെയിം വർക്ക് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. കുറച്ച് എന്താ പറയുക, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് വർക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. ഈ വർക്ക് എനിക്ക് തോന്നുന്നു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ പെറ്റലിൻ്റെ മിഡിൽ പോർഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പെറ്റലിൻ്റെ സൈഡ് വരുന്ന ഭാഗങ്ങൾ ഞാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് പെറ്റൽ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ലീവ്സ് ചെയ്യുന്നതും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. എപ്പോഴും നമ്മൾ ഇതേപോലെ വലിയ ഡിസൈൻസ് ചെയ്യുമ്പോൾ സൈഡിൽ വരുന്ന പോർഷൻസ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മിഡിലിൽ വരുന്ന പാർട്ട് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവർ ഡിസൈനിൽ ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ലീഫ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഡാർക്ക് കളറായിട്ടുള്ള ഗ്രീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. 3 strands ആണ് ത്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ലീഫിൻ്റെ സൈഡ് പോർഷൻ ഇതേപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. നമ്മളിതൊരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നല്ലപോലെ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഫാസ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഫില്ല് ചെയ്യുന്ന ലീവ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലീഫ് ചെയ്യുന്ന സമയത്ത് എത്ര വലിയ ലീഫാണെങ്കിലും നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് വലിയ ലീഫും നല്ല ഭംഗിയായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ സാധിക്കും.
ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ പെറ്റലിൻ്റെ ചുറ്റിലും കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ അതും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. സെയിം ഫ്ലവർ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലീഫും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലീഫിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും, ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് ലീഫിൻ്റെ നടുക്കൂടി ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ആ ഒരു പാർട്ടീഷനിൽ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ലീഫ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് തന്നെ യൂസ് ചെയ്യണം. എന്നാലാണ് ഇതിലെ 2 കളേഴ്സും കൂടി ബ്ലെൻഡ് ആയ പോലെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഫ്രെയിം പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഫ്രെയിം ഇങ്ങനെ അനങ്ങുന്ന പോലെ വരുന്നത്. മാക്സിമം ഷെയ്ക്ക് ആവാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഫ്ലവറിൻ്റെ മിഡിൽ പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. മിഡിൽ പാർട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 ടൈംസാണ് ടേൺ ചെയ്തെടുക്കുന്നത്. 3 ടൈംസ് ടേൺ ചെയ്താൽ ഒത്തിരി ഹൈറ്റ് കൂടിപ്പോവും, അതുകൊണ്ട് 2 ടൈംസ് ടേൺ ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തടുത്തായിട്ട് ചെയ്യുക, ഇടയ്ക്ക് ബ്ലാങ്ക് സ്പേസ് ഒന്നും വരാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ദാ നെക്സ്റ്റ് പിങ്ക് ഫ്ലവറിൻ്റെ ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ യെല്ലോ ഫ്ലവറിലും നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച പോളിക്കോട്ടൺ സാരിയും ഇതുപോലെ ഡിസൈൻ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ.
ഞാൻ നെക്സ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ബ്ലൂ സാരി അതേപോലെ ഇതിൻ്റെ മെറൂൺ കളറ് ഒക്കെ അവൈലബിൾ ആണ്, അതിലൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ലേറ്റസ്റ്റ് ഡിസൈൻ ചെയ്ത ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മെറൂൺ കളർ സാരിയിലും ഇതുപോലെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന നല്ല വലിയ ഡിസൈൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയും ചെയ്യുന്ന സമയത്തും ചെയ്തതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അതേപോലെ വീഡിയോ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.